വെൽക്കം. ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ നമ്മൾ എന്തിനാണ് വരുന്നത്? മെയിനായിട്ട് ബിരിയാണി കഴിക്കാനും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമോജി റാവു ഫിലിം സിറ്റിയാണ്. അതിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. നമ്മളിപ്പോൾ 8 മണിക്ക് ആണ് നമ്മളോട് പാർക്കിങ്ങിനോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഗസ്റ്റായിട്ട് നമ്മൾ തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ 8 മണിക്കുള്ള പാർക്കിംഗ് അനുവദിക്കത്തുള്ളൂ. നമ്മൾ ചായ കുടിച്ച് വരാമെന്ന് വിചാരിച്ചു. 9 മണിക്കാണ് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. കൂടാതെ ഇതിന് മുന്നിൽ തന്നെ താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാലാജി വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട്സായിട്ട് ഫാമിലിയായിട്ട് വന്നാലും ഇതിന് മുന്നിൽ അത്യാവശ്യം നമുക്ക് താമസിക്കാനുള്ള സൗകര്യം. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മളതിൻ്റെ അകത്തേക്ക് കിടന്ന് 9 മണിക്ക് കയറ്റത്തുള്ളൂ. പക്ഷെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 8:45 ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അവിടെ 100 രൂപയാണ് പാർക്കിംഗ് ഫീസ്. വലിയ വണ്ടികൾക്ക് അതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. അതിൻ്റെ എൻട്രൻസ് ഇതിലെയാണ്. സ്കാൻ ചെയ്ത് വേണം അകത്തേക്ക് കിടക്കാൻ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സും വേണം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് ഹൈറ്റ് അനുസരിച്ചാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. അതിന് ഓപ്ഷൻസ് ഉണ്ട് ടിക്കറ്റ് എടുക്കാനായിട്ട്. സ്റ്റുഡിയോ ടൂർ പാക്കേജ് ഉണ്ട്. അടുത്തതൊന്ന് സ്റ്റാർ എക്സ്പീരിയൻസ് പാക്കേജാണ്. അത് 2,990 രൂപയാണ്. കുട്ടികൾക്ക് 2,799. ഇതാണ് ടിക്കറ്റ്. നമ്മൾ ഇവരുടെ ആളായി കഴിഞ്ഞ് ടിക്കറ്റ് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് പോവാം. 1,711 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. വേൾഡിലെ ലാർജസ്റ്റ് ഫിലിം സിറ്റിയാണ് രാമോജി റാവു ഫിലിം സിറ്റി എന്നാണ് പറയണത്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. 9 മണിക്കാണ് എൻട്രൻസ്. ഇത് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ അത്യാവശ്യം റെസ്റ്റോറൻറ്റും കാര്യങ്ങളും നല്ല റേറ്റാണ്. നമുക്കൊരു 2 വടക്ക് 80 രൂപയൊക്കെയാണ്. ഇഡ്ലിക്കൊക്കെ 80 രൂപയാണ്. അങ്ങനെ എൻ്റർ ചെയ്തു. ഫസ്റ്റ് വെഹിക്കിളിൽ നമ്മളാണ് കയറാൻ പോണത്. അല്ലേ സജി? മലയാളികളാണ് അല്ലേ? അതെ, ഓക്കെ, അതെ അതെ. പപ്പാഞ്ഞു സാധനമല്ലത്? പപ്പാഞ്ഞു കൊണ്ടുള്ള സാധനമാണത്. അവന് കിട്ടിയത് കുതിര തന്നെ അല്ലത്? ആ, അവിടെ നല്ല കളി. കുതിരപ്പുറത്ത് കിടന്ന് ചാടുന്നതാണ്. സെജിനൊക്കെ കിടന്ന് മുട്ടൻ ചാട്ടം. Hi Duncan, how are you? അങ്ങനെ ഞങ്ങൾ ഫസ്റ്റത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നേക്കുന്നതാണ്. അതിനു മുന്നേ ഞങ്ങൾ ഫ്രീ ആയിട്ടൊരു റൈഡൊക്കെ കഴിഞ്ഞ്. ഇവിടെ കാണുന്നത് എല്ലാം കോൺക്രീറ്റ് കെട്ടിടമാണെന്ന് തോന്നുമെങ്കിലും ഒന്നും കോൺക്രീറ്റിൻ്റെ കെട്ടിടമല്ല. എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ചെയ്തേക്കണ ബിൽഡിങ്ങുകളാണ്. ഫസ്റ്റത്തെ പ്രോഗ്രാം വെൽക്കം ഡാൻസാണ്. അത് നമ്മൾ ചെയ്തതിന് ശേഷം അവർ നമ്മളകത്തേക്ക് ക്ഷണിക്കുകയാണ് വെൽക്കത്തിൻ്റെ രീതിയിൽ. അത് കഴിഞ്ഞിട്ട് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഫസ്റ്റത്തെ ഷോയുടെ ഒരു ഏരിയയിലേക്കാണ്. ദ വൈൽഡ് വെസ്റ്റ്. ഒരു വെസ്റ്റേൺ കൺട്രിയിൽ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് എല്ലാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബിൽഡിങ്ങുകളാണ്. ആ, ഇവിടെ സീൻ പിള്ളേരോട് ഇപ്പം ഉണ്ട്. ഒരു വെസ്റ്റേൺ കൺട്രി ലുക്കല്ലേ? അടിപൊളി സാധനം ഉണ്ടത്.
ഇതിൻ്റെ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈറ്റാണ്, ലൈവായിട്ട് ഫൈറ്റ് എങ്ങനെയാണെന്നുള്ള കാണിക്കുന്നതാണ്. ഇത് വെസ്റ്റേൺ കൺട്രിയിൽ വന്നൊരു ലുക്ക് ഉണ്ടല്ലേ, അടിപൊളി. ഈ ബസ് കാണുമ്പോഴത്തേക്കും ഉദ്യാനാണ് നേരത്തില്ല ബസ്സാണ് ഓർമ്മ. ഫസ്റ്റത്തെ കഴിഞ്ഞ ഈ വണ്ടിയാണ്. Good morning, ladies and gentlemen. Good morning. Good morning. Namaste. Welcome to Bus. Sat Sri Akal. ഈ ബസ്സിലാണെങ്കിൽ ഒരു ഗൈഡും കൂടി നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ എവിടേക്കാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ പുള്ളി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരും. Are you ready? Yes. Thank you. Right side देखिए सभी लोग. ഇത് ഡൽഹി മുഗൾ ഗാർഡൻ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലൊക്കേഷനിലാണ് ജോധ അക്ബറും സൂര്യവംശിയും അതൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ ഗാർഡൻ പോലുള്ള സെറ്റപ്പിലാണ്. അതിനുശേഷം നമ്മുടെ ഉദ്യാനാട് താരം എന്ന സിനിമയിൽ കരളെ നിൻ കരളിൻ്റെ കരളെ ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇത്. പിന്നെ ഇവിടെ തന്നെയാണ് ഊർലാല ഊർലാല ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്, ഡേറ്റി പിക്ചറിലാണ്. ഇവിടെയാണ് എക്വിപ്മെൻറ്റ്സിൻ്റെയൊക്കെ മെയിൻ ഏരിയ. ഇവിടെ നിന്നാണ് എല്ലാ ഷൂട്ടിങ്ങിനും സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് മൾട്ടിപർപ്പസ് യൂസുള്ള ഒരു ബിൽഡിംഗ് ആണത്. ഈ ഒരു ബിൽഡിങ്ങിലാണ് ചന്ദ്രമുഖിയിലെ വീടായിട്ട് കാണിച്ചേക്കുന്നത്. അതിൻ്റെ അപ്പുറം വേറെ 4 വശവും 4 മുഖങ്ങളാണ് ഈ വീടിന്. ഹോസ്പിറ്റൽ, പിന്നെ കോടതി, അതുപോലെ പല പല ഫേസസാണ് ഈ വീടിനുള്ളത്. ഈ ഒരു ഭാഗത്താണ് ഹോലെ ഹോലെ ആ സോങ് ഇല്ലേ, റബ്നെ ബനാദി ജോഡിയിലെ സോങ് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. മിക്ക സിനിമകളിലും മാർക്കറ്റും നോർത്ത് ഇന്ത്യയൊക്കെ ആയിട്ട് കാണിക്കുന്ന ഒരു ഏരിയ ഇതാണ്. ഇവിടെയാണ് ലക്കി ഭാസ്കർ, RRR, സൂര്യവംശി, അങ്ങനെ ഒരുപാട് സിനിമകൾ, എണ്ണി അടങ്ങാത്ത സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. പുഷ്പ, ഈ ചർച്ചിലൊക്കെയാണ് മറ്റേ RRR ഷൂട്ടൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് തന്നെ താജ്മഹലായിട്ട് ഫേസ് മാറ്റി ചെയ്യാറുണ്ട് സോങ്സിലൊക്കെ. Gateway of India, Mumbai to Agra walkable distance possible only. आपके दोनों तरफ देखिए शॉपिंग कॉम्प्लेक्स. आप जो फिल्मों में देखते हैं शॉपिंग कॉम्प्लेक्स, यही होता है शॉपिंग कॉम्प्लेक्स. तो फिल्मों मूवीज में आपको बताया जाता है. പല സിനിമകളും ഈ കാണുന്ന 3 വീടുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒന്ന് ഹീറോയുടെ, പിന്നെ ഹീറോയിൻ്റെ, പിന്നെ വില്ലൻ്റെ കാർ, അങ്ങനെ ഇരിക്കും. ഒരു സ്ഥലം മുംബൈ ആണെങ്കിൽ ഒരു സ്ഥലം ഡൽഹി ആയിട്ട് കാണിക്കും, പിന്നെ ഒരെണ്ണം ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ആയിട്ട് കാണിക്കും. അതുപോലത്തെ പ്രത്യേകതയാണ്. ഇതിനകത്ത് ഏതൊരു വീടാണ് ദിൽവാലെ ദുൽഹനിയയിൽ കാജോളിൻ്റെ വീടായിട്ട് കാണിച്ചേക്കണം. ഇതിന് പല സ്ഥലങ്ങളും പല ഫേസാണ്. പിന്നെ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ആ ദൂരെ കാണുന്ന കണ്ടോ, അതാണ് ഇവിടുത്തെ ചെയർമാൻ്റെ വീട്. ഓ, കിടിലം വീടാണ് കേട്ടോ അത്. ഇവിടെയാണ് പുഷ്പ 2, KGF 1, 2 ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇതിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത്. മുംബൈ ഏരിയയൊക്കെ ആയിട്ട് കാണിക്കുന്നതൊക്കെ ആ ഒരു ഏരിയയാണ്. പിന്നെ പുഷ്പ 2ൻ്റെ പോലീസ് സ്റ്റേഷൻ ഇതാണ്, മാർക്കറ്റ് ഏരിയ, പല പല ഇടപാടുകളൊക്കെ ആയിട്ട് കാണിക്കുന്ന ഏരിയ ഇതൊക്കെയാണ്. പിന്നെ ഫിഷിൻ്റെ സ്റ്റാള്, മീറ്റ് സ്റ്റാളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ സ്റ്റാളുകളൊക്കെ വരും. അതാകുമ്പോൾ ഇത് സൗത്ത് ഇന്ത്യൻ ലുക്കിലുള്ള ഏരിയയാണ്, വീടുകളായിരിക്കും ഇവിടെ. ഇതിനകത്ത് നായക് എന്ന സിനിമയിലൊക്കെ റാണി മുഖർജിയുടെ അതൊക്കെ ഇത് ഷൂട്ട് ചെയ്ത്. പിന്നെ ഏതാ പറയുക, നമ്മുടെ സലാറിലെ സൗത്ത് ഇന്ത്യൻ ഏരിയ ആയിട്ട് കാണിക്കുന്ന വീടും, പിന്നെ നമ്മുടെ ചന്ദ്രമുഖിയിലും മറ്റേ പാട്ടുകാരൻ താമസിക്കുന്ന വീടൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കണ്ടില്ലേ, ഈ ഒരു ലുക്ക് തന്നെ കണ്ടില്ല. നമ്മുടെ അഗ്രഹാരങ്ങൾ പോലത്തെ ഉള്ള വീടുകളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തേക്കണം. ഒറിജിനാലിറ്റി തോന്നുന്നു കറക്റ്റ്. ഈ ഒരു സ്റ്റുഡിയോയിലാണ് പണ്ടത്തെ നമ്മുടെ മെയിൻ പരിപാടിയായ മഹാഭാരതം ഷൂട്ട് ചെയ്തത്. എൻ്റെ ഉള്ളിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കലക്കല്ലായിട്ട് മഹാഭാരതം ഷൂട്ട് സെറ്റല്ലേ. കുഴപ്പമില്ല, മേലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം സെറ്റാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി.
റെയിൽവേ സ്റ്റേഷൻ സെറ്റാണ് അതൊക്കെ. ടയറാം എങ്ങോട്ട് പോകണം? എറണാകുളത്തേക്ക് പോയാലോ? ഡൽഹിക്കാ? വീട്ടിൽ പോ, ചോറില്ല. അരി ഭക്ഷണം കഴിക്കട്ടെ. സാഗർ എന്ന മിത്രത്തെ അറിയും, ജാക്കിൻ ശത്രുവിനെ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ് നടക്കുന്നതുകൊണ്ട് നമ്മളെ കയറ്റിയില്ല. ജയിലർ പുഷ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഷൂട്ടിങ് ചെയ്തത്. ഈ ദൂരെ കാണുന്ന മലയിലാണ് ബാഹുബലിയിൽ കട്ടപ്പ ബാഹുബലിനെ കുത്തണ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. ഈ ഒരു ഏരിയയിലാണ് യുദ്ധമൊക്കെ സെറ്റിട്ട് ഷൂട്ട് ചെയ്തത്. നമ്മൾ എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞ് ബാഹുബലിയുടെ ഫുൾ സെറ്റിൻ്റെ മകിഴ്മതിയിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മകിഴ്മതി ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഫുള്ള് സെറ്റിട്ട് വെച്ചത്. കുറേയൊക്കെ പൊളിച്ച് കളഞ്ഞു. ഇതാണ് ബാഹുബലിയുടെ ഷൂട്ട് ചെയ്ത സമയത്തുള്ള സെറ്റ്. നമ്മുടെ ബാഹുബലി മകിഴ്മതിയുടെ രാജ്യത്ത് ചെയ്യുന്നത്. വാ നമുക്ക് ഉള്ളിലേക്ക് പോയിക്കാം. മകിഴ്മതി ബാഹുബലി സെറ്റാണ് മക്കളെ. പൊളി. കുറേ കാലത്ത് ആഗ്രഹം വന്ന് കാണുമെന്നുള്ളത് കണ്ടു. വെറും ചുള്ളികൾ പറക്കുന്ന ഭ്രാന്തിയാണെന്ന് കരുതിയോ? യാഗമൊരുക്കുകയാണ്. യാഗം ഒരുക്കിയത് ഇവിടെയാണ്. ക്ലൈമാക്സ് ഒക്കെ ഇതിനകത്താണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി ചെല്ലാം. പോയില്ല, അങ്ങോട്ടൊന്നും ഇറങ്ങി ചെന്നില്ല. ഹായ്, നമസ്തേ, നമസ്കാരം എല്ലാവർക്കും. ഇത് നമ്മുടെ ഒരു ബ്ലോഗറാണ്. പേര് സിക്കന്ദർ. ഒഡീഷ. അപ്പോൾ പുള്ളി ഒരു ബ്ലോഗറാണ്. ഞാനിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. നമുക്ക് കാണാം. मुझे तो ज़्यादा मलयालम नहीं बोलना नहीं आता, लेकिन आप जो भी बोलेंगे ना मैंने समझ सकता हूँ. ठीक है. मलयालीस को पता है, हिंदी पता है. अच्छा, हिंदी पता है, आपको आता है ना? हाँ, लेकिन बहुत अच्छे हैं. मैं अगली बार जाऊँगा उधर, आपकी जगह में जाऊँगा. हाँ, मेरा फ़ोन नंबर है ना आपके पास. आप थोड़ा बस कल ओके, मेरा श्रीकांत इंस्टा पे सभी जगह पे श्रीकांत नाम से मिले. यस, मैम आपका मेंशन करेगा आपका. हाँ, ठीक है. ओके, बहुत अच्छा लगा फिर से. ओके, थैंक यू. ओके. ശിവലിംഗത്തിലൂടെയാണ് ക്ലൈമാക്സിലൊക്കെ കാണിക്കുന്നത്. ബീജിയം മൊത്തം ബാഹുബലിയുടെ ബീജിയം കേട്ടവർ തന്നെ ഇടുന്നുണ്ട്. കുഴപ്പമില്ല. മറിച്ചിട് സൈസിനെ മറിച്ചിട്. യാ മോനെ, മറ്റേ മിഷ്യൻ വന്നു മോനെ. ആൾക്കാരുടെ തലയിറക്കണം മിഷ്യൻ. അതെ, ഈ സാധനം കൊണ്ടാണ് തലയിറക്കണത്. തിരക്കാണ്. ബാഹുബലി 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 രുദ്രസ. അമരേന്ദ്ര ബാഹുബലിയായ ഞാൻ മകിഴ്മതി പ്രജകളുടെ ജീവനും സമ്പത്തും അഭിമാനവും സംരക്ഷിക്കാമെന്ന് പ്രതിജ്ഞയെടുക്കുന്നു. ഇനി അടുത്ത രാജാവ് സെജിനാണ് ഇവിടുത്തെ, അല്ലേ? ദേന മോനെ, ബാഹുബലി കല്ലെറിഞ്ഞ സാധനം അതാണ്. പിന്നെ ഇതാണ് മഹാറാണി. 4 വിധ സംഭവം പോയില്ല.
ഈ അമ്പുകളാണ് ആ പടത്തിൽ കാണിക്കുന്നത്. ഷിബിനെ പോലെ വടനാട്ടേക്ക് ബടനാ ഞാനാ പോടാ ജോലിക്കാരനാണ്. ഞാനൊക്കെയൊന്നുമില്ല പുള്ളിക്ക്. ഇവിടെ എല്ലായിടത്തും ഒരു ഷോപ്പുകൾ ഉണ്ടാകും, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. പിന്നെ ഈ ബാഹുബലിയുടെ സെറ്റിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഭാഗത്തേക്കാണ് പോണത്. ഇനിയപ്പോൾ അതിൻ്റെത് ദൈർഘ്യം കൂടുന്നതുകൊണ്ട് നമ്മൾ അടുത്തൊരു പാർട്ടിലായിരിക്കും ബാക്കി വീഡിയോസ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും താങ്ക് യു, ബൈ ബൈ.